അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه وقدر مقدار العظيم. ഏറ്റവും ആദരണീയരായ സ്റ്റേജിൽ ഉപവിഷ്ടരായ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ അടക്കമുള്ള മഹത്തുക്കളെ, മഹത്തായിരിക്കുന്ന ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് പുണ്യം നേടാനായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, നാട്ടുകാരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരു ഒത്തുകൂടൽ അവൻ സ്വീകരിക്കുന്ന പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മളുടെ സകല പാപം അല്ലാഹു തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായിരിക്കുന്ന ബാപ്പുത്തങ്ങൾ നവറല്ലാഹു മർക്കദ അവരുടെ അടക്കമുള്ള മഹാന്മാരായിരിക്കുന്ന സാദാത്യങ്ങളുടെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ മദദും ഫൈലാനും നുസ്രത്തും ഹിമായത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്, അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. സുദീർഘമായൊരു ഉദ്ഘാടന ഭാഷണത്തിന്റെ സമയമല്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വിശദമായി സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായിരിക്കുന്ന ബാപ്പുത്തങ്ങൾ നവറല്ലാഹു മർക്കദ അവരുടെ 23ാമത്തെ ഉറൂസ് മുബാറക്കിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ സ്വാലിഹീങ്ങളിലേക്ക് എന്നും ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തുക്കളായ ആളുകളിലേക്ക് ചേർന്ന് നിൽക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളെ ആദരിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ചുരുങ്ങിയ സമയമാണെങ്കിലും വളരെ വ്യക്തമായി തന്നെ വിശദമായിട്ട് തന്നെ സ്വാഗത പ്രസംഗത്തിലൂടെ നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാരെ ഓർക്കുന്ന സദസ്സുകൾ എന്ന് പറയുന്നത് അത് ഇബാദത്താണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ അതിന്റെ മഹാഭൂരിഭാഗം ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ്. ആ ചരിത്രങ്ങൾ നമ്മൾ പാരായണം ചെയ്തതിലൂടെ അത് ഏറ്റവും വലിയൊരു ഇബാദത്തായിട്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ അതേപോലെ തന്നെ അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ അള്ളാഹുവിന്റെ മാർഗത്തിനായി ജീവിച്ചു പോയ ആളുകളുടെ സ്മരണകൾ അയവിറക്കുന്ന സദസ്സുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ ഓർക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ളൊരു കാരണമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സ്വാലിഹീങ്ങളായ ആളുകളെ സ്മരിക്കുന്ന ഒരു സദസ്സാണിത്. അത്തരത്തിലുള്ള ആളുകളുടെ ഉറൂസ് മുബാറക്കുകളുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ അവരെ ഓർക്കുന്ന സദസ്സുകളിലൂടെ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളാണ്. അല്ലാഹു തആല അങ്ങനെ തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള ഒരു സദസ്സായിട്ട് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ പോലും ആഗ്രഹിച്ചു പോയതാണ്. മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല സകല സൗകര്യങ്ങളും അല്ലാഹു തആല ചെയ്തു കൊടുക്കുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിച്ചു വന്ന് എല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹു തആല സുഖസുന്ദരമായിട്ട് കഴിയാനുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരു പ്രദേശത്തിന്റെ മുഴുവനായിട്ടുള്ള അധികാരം മുഴുവൻ
ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല കൊടുക്കുകയാണ്. മാത്രവുമല്ല ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നത് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിരിസ് സമാവാതി വൽ അർള് തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ എനിക്ക് സർവ്വ അധികാരങ്ങളും നൽകിയിട്ടുണ്ട്. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവും നീ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഫാത്തിരിസ് സമാവാതി വൽ അർള്, ഈ വിശാലമായി കിടക്കുന്ന ആകാശങ്ങളുടെയും അതുപോലെ തന്നെ പരന്നു കിടക്കുന്ന ഭൂമിയുടെയൊക്കെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കുകയും വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് കൂടെ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്ന്. നമ്മൾ മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞു പോയിരിക്കുന്ന പ്രവാചകന്മാർ പോലും ഇതാഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആനാ നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ സ്വാലിഹീങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാനും അവരെ ഇഷ്ടപ്പെടാനും അവരെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും ഒക്കെ വിശുദ്ധ ഖുർആനാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ അധികാരം മുഴുവനായിട്ട് നൽകപ്പെട്ട് പ്രവാചകനുണ്ടായിരുന്നു. അല്ലാഹു തആല ഓരോ പ്രവാചകന്മാർക്കും ഒരുപാട് കഴിവുകൾ കൊടുത്തുവെങ്കിൽ മഹാനായിരിക്കുന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ഈ ലോകത്തെ മുഴുവനായിട്ട് അടക്കി ഭരിക്കാനുള്ള കഴിവായിരുന്നു കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു തആല എല്ലാ അധികാരവും കൊടുത്തു. മാത്രവുമല്ല, പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംസാരം പോലും അത് ഗ്രഹിക്കാനുള്ള കഴിവ് പോലും ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല കൊടുത്തിരുന്നു. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, എന്റെയും എന്റെ പിതാവിന്റെയും മേലിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ അല്ലാഹുവേ നീ എനിക്ക് അവസരം നൽകണേ തമ്പുരാനെ. എന്നിട്ട് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ നീ എന്നെ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കണേ തമ്പുരാനെ എന്നുള്ളത്. ഈ ഒരു ദുആ തന്നെയാണ് നമ്മൾ ഓരോ സമയത്തും ദുആ ചെയ്യുന്നത്. ഇങ്ങനെ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കാനെങ്കിലേ നാളെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. മഹാനായിരിക്കുന്ന ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, വഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിന്നും, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ട ആളല്ല, മറിച്ച് ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ട ആളല്ലെങ്കിലും ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. എന്തിനാ? ലഅല്ലി അൻ അനാല ബിഹിൻ ശഫാഅ, അവരെ കൊണ്ട് എനിക്ക് എന്താകണം? ശഫാഅത്ത് നേടിയെടുക്കാൻ കഴിയണമെന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങനെ മഹാന്മാരോടുള്ള ഒരു മഹബത്താണ്, ആദരവാണ് നമ്മളെ ഈ സദസ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മഹാന്മാരെ സ്നേഹിക്കാനും ആദരിക്കാനുമുള്ള ഒരു മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകിയത് കൊണ്ടാണ്. ഇങ്ങനെ ഈ ഒരു മഹബത്തും ആദരവും ഉണ്ടെങ്കിലേ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എങ്കിലേ നമ്മുടെ ഈമാനിന് അല്ലാഹു തആല ശക്തി നൽകുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അലാ ഈമാന ലിമൻ ലാ മഹബ്ബത ല, അറിയണേ, അലാ നിങ്ങൾ അറിയണേ, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ല, മഹബത്തില്ലാത്ത ആളുകൾക്ക് ഈമാനില്ല എന്നുള്ളത്. ഈ മഹബത്ത് എന്നുള്ളതിന് വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ അത് മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാരോട്, അതിൽ തന്നെ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം വേണം നമുക്ക്. അവിടുത്തെ സ്വഹാബത്തിനോടുള്ള സ്നേഹം വേണം. അതേപോലെ തന്നെ അവിടുത്തെ പ്രിയ പത്നിമാരായിരിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളടക്കമുള്ള മഹദിമാരായിരിക്കുന്ന അവിടുത്തെ ഭാര്യമാരോടുള്ള സ്നേഹം വേണം. അതേപോലെ തന്നെ അവിടുത്തെ പ്രിയ മക്കളായിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള അവിടുത്തെ കുടുംബ പരമ്പരയിലൂടെ വരുന്ന ആളുകളോടുള്ള സ്നേഹം വേണം. അതേപോലെ തന്നെ അല്ലാഹു തആല സ്നേഹിച്ച ആദരിച്ച ആളുകൾക്ക് ആരൊക്കെയുണ്ടോ എല്ലാ ആളുകളോടും കൃത്യമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് ഈമാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലാ നിങ്ങൾ അറിയണേ, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ല എന്നാ പറയുന്നത്. ഈമാനില്ല, മഹബത്തില്ലാത്ത ആളുകൾക്ക് ഈമാനില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ ഈ ഒരു സദസ്സിലേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ അള്ളാഹുവിനോടും അവിടുത്തെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളുകളോട് കാണിക്കുന്നതിന്റെ മഹബത്തിന്റെ ഒരു
പ്രതിഫലനം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഈ ഒരു മഹബത്തും ആദരവും ഒക്കെ എന്നും കൊണ്ട് നടക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുകയല്ല. തഖ്വയുടെ അടയാളമായിട്ട് അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരുന്നത് തന്നെ തഅലീമു മഅല്ലമല്ലാഹ് എന്നുള്ളതാണ്. അല്ലാഹു തആല ബഹുമാനിച്ചതിനോടുള്ള ബഹുമാനം, അതേപോലെ തന്നെ അല്ലാഹു തആല നിന്ദിച്ചവയോടുള്ള നിന്ദിതയുമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് തഖ്വയുണ്ടോ എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ ഈമാൻ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് തഖ്വയുണ്ടോ എന്നുള്ളതിന്റെ ഒരടയാളമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തഅലീമു മഅല്ലമല്ലാഹ്. അല്ലാഹു തആല എന്തിനെയൊക്കെയാണോ ബഹുമാനിച്ചത്, വിശുദ്ധ ഖുർആൻ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചരിത്രങ്ങളും ഈ അടയാളപ്പെടുത്തലുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. അല്ലാഹു തആല തന്നെയാണ് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. ഹജ്ജിന്റെ ഹീറാൻ കെട്ടേണ്ട മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസം കൂടെ കഴിഞ്ഞ ഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹജ്ജുകളും അതുപോലെ തന്നെ ചെയ്യുന്ന ഉംറകളൊക്കെ അല്ലാഹു തആല നമ്മൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹജ്ജൊക്കെ നമ്മളോട് പറയുന്നത് എന്താ? എത്രയോ കാശ് മുടക്കിയിട്ട്, എത്രയോ അധ്വാനത്തിലൂടെ നമ്മൾ ചെന്നിട്ട് അവിടെ പോയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് ബഹുമാനത്തിന്റെ ഭാഗങ്ങളായിട്ടാണ്, ആദരവിന്റെ ഭാഗങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഈ ഹജ്ജിന്റെ മാസത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ആദരവിലൂടെ ഈമാനിനെ സ്വായത്തമാക്കേണ്ടത് എന്നുള്ളത്. വിശുദ്ധമായിരിക്കുന്ന ഗേഹത്തെ നിങ്ങൾ പോയിട്ട് തവാഫ് ചെയ്യണേ എന്നുള്ള വിശുദ്ധമായിരിക്കുന്ന കഅബാലയത്തെ പോയിട്ട് നിങ്ങൾ തവാഫ് ചെയ്യണേ. അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളും, അതേപോലെ തന്നെ സഫാ മർവയുടെ ഇടയിലുള്ള നടത്തം, മഖാമു ഇബ്രാഹിം അടക്കമുള്ള ഹജ്ജിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കുമ്പോൾ മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ ചെയ്തു വച്ചതിന്റെ ബാക്കി പ്രവർത്തനങ്ങളെ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈമാനിന്റെ ഏത് പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിലും അത് ഇഹ്തിറാമിലൂടെയാണ്, അത് തഅലീമിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. തഅലീമില്ല എങ്കിൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാ. എന്തുകൊണ്ടാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇബ്ലീസിനെ കുറിച്ച് പറയുന്നത് ലൗകാന ലിൽ ഇൽമി മിൻ ദൂനി തുക്കാ ശറഫു, ഇൽമിനെങ്ങാനും തഖ്വ കൂടാതെ ഷറഫുണ്ടായിരുന്നുവെങ്കിൽ ലകാന അഫ്ളലു ഖൽഖില്ലാഹി ഇബ്ലീസു, ഇബ്ലീസായിരിക്കും ഏറ്റവും വലിയ സൃഷ്ടികളിലെ ഏറ്റവും വലിയ ഉന്നതനായിരിക്കുന്ന മനുഷ്യൻ, ഉന്നതനായിരിക്കുന്ന ആള്, സൃഷ്ടികളിലെ ഏറ്റവും ഉന്നതനായ ആള്, വ്യക്തി, അത് ഇബ്ലീസായിരിക്കുമെന്ന് ഒരു കവി എഴുതി വെച്ചത് ഓർത്തു പോകുകയാണ്. അഥവാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി എന്ന് പറയുന്നത് അവനിങ്ങനെ ലഅനത്താക്കപ്പെട്ട ഒരാളായിട്ട് തള്ളപ്പെടാനുള്ള ഒരു കാരണമായിട്ട് വന്നത് തഖ്വയില്ലാതെ പോയി എന്നുള്ളത് കൊണ്ടാണ്. ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി ഇസ്ലാമിനെ ബഹുമാനിക്കാൻ പറഞ്ഞു, അവന് ബഹുമാനിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞ ആളുകളെ ബഹുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് അത് മാറ്റപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞതിനെയും ആദരിക്കാൻ പറഞ്ഞതിനെയൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഒരുപാട് ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയുന്നുണ്ട്, നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളായിട്ട്. ലോകവിശ്വാസികൾക്ക് മൊത്തമായിട്ട് അല്ലാഹു തആല ഉപമയായിട്ട് പറഞ്ഞിരിക്കുന്നത് വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയെ അല്ലാഹു തആല ലോകവിശ്വാസികൾക്ക് അല്ലാഹു തആല ഉപമയായിട്ട് നമുക്ക് ഏറ്റവും വലിയ മാതൃകയായിട്ട് ആസിയ ബീവിയെയാണ് പറഞ്ഞത്. മഹദിയുടെ പ്രത്യേകത എന്തായിരുന്നു? തന്റെ ഈമാനിനെ കാത്തു സൂക്ഷിച്ചു നടന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സ്ത്രീ അല്ലാഹു തആല നമുക്ക് ആസിയ ബീവി അല്ലാഹു തആല ഉപമയാക്കി തന്നിരുമെങ്കിൽ അങ്ങനെ ഉപമയാക്കി എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള, അവിടെയൊക്കെ മാതൃകയാക്കാനും അങ്ങനത്തെ സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ ആളുകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവരിലേക്ക് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കണം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായിരിക്കുന്ന ബാബുത്തങ്ങൾ നബറുല്ലാഹു മർക്കദാവറുകൾ, ബഹുമാനപ്പെട്ടവരുടെ പരമ്പരയിലൂടെ നമ്മൾ നോക്കുമ്പോൾ വളപട്ടണത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായിരിക്കുന്ന ജലാലുദ്ദീൻ ബുഖാരി നബറുല്ലാഹു മർക്കദാവറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 30ാമത്തെ പേരമകനായിട്ടാണ് വരുന്നത്. ബഹുമാനപ്പെട്ടവര്
കേരളത്തിലേക്ക് കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവരിലൂടെ 4 ലക്ഷത്തോളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ കാണിച്ചു തന്ന, അല്ലെങ്കിൽ അവരൊക്കെ വരച്ചു തന്നൊരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ വഴി നടക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇത്തരത്തിലും മസാറുകളിലൂടെ മക്ബറുകളിലൂടെയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദീനിയായ പ്രവർത്തനങ്ങളാണ്. ഈ ദീനിയായ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു നാട്ടിൽ തന്നെ ഈ മക്കാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്രസയുടെ ചില കാര്യങ്ങളിൽ, അതേപോലെ തന്നെ മറ്റുള്ള ദീനീയായ പ്രവർത്തനങ്ങളിൽ, ഇവിടെ പറയപ്പെട്ട ആംബുലൻസിന്റെ സേവനങ്ങൾ അടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് ആതുര സേവനങ്ങൾ, പാവപ്പെട്ടവരായ രോഗികളായ ആളുകളെ സഹായിക്കുന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ ഒരുപാട് മക്കാമുകളിലൂടെ, ഒരുപാട് മസാറുകളിലൂടെ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായിരിക്കുന്ന അജ്മീറിൽ അന്ത്യവിശ്രമമുള്ള ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു അസീസ് തങ്ങളടക്കമുള്ള ഒരുപാട് മഹത്തുക്കളുടെ മസാറുകൾ നമ്മൾ ചരിത്രത്തിന്റെ പഠനങ്ങളിലേക്ക് വിധേയമാക്കുമ്പോൾ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത് അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്നതിന്റെ ഒരു ബാക്കി പത്രം ഇന്നും ആ നാടുകളിലൂടെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു തആല ഇങ്ങനത്തെ മസാറുകളിലൊക്കെ സന്ദർശിക്കാനും അവരെയൊക്കെ പിന്തുടരാനും അതേപോലെ തന്നെ അവരൊക്കെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായിരിക്കുന്ന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.